സമാധാനവും സൗഭാഗ്യവും. ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ സഭയിൽ 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന് കപ്പുച്ചിൻ, പിന്നെ ഒ എഫ് എം കൺവെൻഷൻസ്. അത് ഒ എഫ് എം എന്ന് പറയുന്നത് അവരിച്ചിരുടെ സ്ട്രിക്റ്റാണ്, ഒബ്സർവൻസാണ്, റൂൾസൊക്കെ ഇച്ചിരി നന്നായിട്ട് തീവ്രമായിട്ട്, അതുകൊണ്ടാണ് ഒബ്സർവൻസ് അറിയപ്പെടുന്നത്. പിന്നെ ഒ എഫ് എം കൺവെൻഷൻസ് നമ്മുടെ മാക്സ് വില്യം കോൾബെ കൺവെൻഷനിൽപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ കപ്പുച്ചിൻസ്. നമുക്ക് അച്ഛന്മാരുണ്ട്, സഭ തന്നെ ബ്രദർമാരുണ്ട്, അച്ഛന്മാരല്ലാത്ത ലേ ബ്രദേഴ്സുണ്ട്. അതല്ലാണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ക്ലോയിസ്റ്റഡ് ഗവൺമെൻറ് ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ ക്ലാസിസ്റ്റ് ഗവൺമെൻറ് ഉണ്ട്, FCC. അതിൽപ്പെട്ടാണ് അൽഫോൻസാമ, ക്ലാസിറ്റിൽപ്പെട്ടാണ് അൽഫോൻസാമ. പിന്നെ ക്ലാരപ്പുണ്യതി നേരത്തെ ഒന്നാം സഭ, ഈ പറഞ്ഞ പോലെ മുണ്ടാമ്പഴമ്പതിലൂടെ പെട്ടാണ് ക്ലാരപ്പുണ്യതി. ഈ ഫ്രാൻസിസ്കൻ മൂന്നാം സഭ എന്നത് സെക്കുലർ ഫ്രാൻസിസ്കൻ ഓർഡർ, ആത്മാർക്ക് വേണ്ടിയിട്ട്, കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സഭയിൽ അംഗമായി ചേർന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു അവസരം സഭാംഗമായി തീരുന്നു. ഈ സഭയിൽ അംഗമായി തീരുന്നവർ ഒരു കുറച്ച് നാളത്തേക്ക് സഭയിൽ വന്ന് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് അവർക്കിഷ്ടമെങ്കിൽ വ്രതമെടുത്ത് സഭാംഗമായി തീരുന്നു. സഭാംഗമായി തീർന്നതിന് ശേഷം ഇതിൻ്റെ ഒരു നിത്യവ്രതം എടുക്കുന്നുണ്ട്, പ്രഥമവ്രതവും നിത്യവ്രതം. അതിനകത്ത് വ്രതം എടുക്കുന്നത് അനുസരണം, ദാരിദ്ര്യം, ജീവിതവിശുദ്ധി. സഭയിൽ അംഗങ്ങൾ പ്രത്യേകിച്ച് പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെ ചൂതാട്ടം അങ്ങനെയുള്ളത് ആയിരിക്കില്ല ജീവിതവിശുദ്ധിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ സഹോദരങ്ങൾക്ക് സഭയിൽ അംഗമായി തീരുന്നതോടെ കുടുംബം ചോദിക്കുകയും ഒരു വിശുദ്ധി ജീവിക്കാൻ സാധ്യമാണ്. സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ ജീവിക്കുന്നു, എളിമയും ദാരിദ്ര്യവും വിനയവും ഒക്കെ ഉള്ളവരായിട്ട് തീർന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ കേരള അസീസി എന്ന് പറയപ്പെടുന്ന എടത്തുവായിൽ അന്തിമവിശ്രമം കൊടുക്കുന്ന ഞങ്ങളുടെ മൂന്നാം സഭയുടെ സ്ഥാപകൻ, അല്ലെങ്കിൽ ഇവിടുത്തെ സജീവ പ്രവർത്തനമായിരുന്ന പുത്തമ്മ ബൻ ദേവദാസനാണ്. ഇനി അടുത്ത് വാഴ്ത്തപ്പെട്ട ഗ്രന്ഥത്തിലേക്കുള്ള മറവിളക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നവംബർ 17 തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്, എലിസബത്ത് ഹംഗ്രി അറിയപ്പെടുന്ന ആ വിശുദ്ധ രാജ്ഞിയായിരുന്നു. തൻ്റെ സ്വത്തെല്ലാം ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം ആ സഭയിൽ ചേർന്ന് ഇങ്ങനെ അസിസി പുണ്യാളൻ തന്നെ ഒരു മേൽപ്പായം ഈ പറഞ്ഞ പുണ്യവതിക്ക് കൊടുത്തു, രാജ്ഞിക്ക് കൊടുത്തു, ആ നല്ല പ്രവർത്തനം കണ്ടിട്ട്. അങ്ങനെ ആ വിശുദ്ധി അറിയപ്പെടുന്നത് മൂന്നാം സഭക്കാരുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്നത് ഈ എലിസബത്ത് ഹംഗറി. അങ്ങനെ ലൂയി 9 ഫ്രാൻസിൽ നിന്നൊരു രാജാവുണ്ട്. പലരും ഇങ്ങനെ സഭയിൽ ചേർന്ന് വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് അവസരമുണ്ട്. ഇഗ്നേഷ്യസ് ലോയോള തന്നത്തിനോട് ചോദിച്ചു, അവനും അവക്കും വിശുദ്ധിയാവെങ്കിൽ എന്തുകൊണ്ടും എനിക്ക് ആയിക്കൂടാന്നുള്ള ആ ഒരു ചോദ്യത്തിന് നമ്മുടെ സഭയിൽ അംഗമായി തീർന്ന് ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട്, വിശുദ്ധി ജീവിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് പരമാവധി പ്രവൃത്തി ചെയ്തുകൊണ്ട് വിശുദ്ധരാകാനുള്ള ഒരു വേദിയാണ് എസ്എഫ്. ധാരാളം പേരുണ്ട്. നമുക്ക് പാലാ രൂപതയിലുണ്ട് 172, 171 ഇടവുകളുണ്ടെങ്കിൽ ഏതാണ്ട് 100 ചിലാണം ഇടവുകളിൽ മൂന്നാം സഭയുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒക്കെ സജീവമല്ലാണ്ട് അത് കുറഞ്ഞിട്ടുണ്ട്. 75ഓളം ഇടവുകളിലുണ്ട്. നമ്മൾ മാക്സിമം ഇവിടെ പോയി ഇതേപ്പറ്റി ഫ്രാൻസിസ്കൻ ജീവിതത്തെപ്പറ്റി കാര്യങ്ങൾ ക്ലാസ്സിലെടുത്ത് അവർക്ക് നമ്മൾ മീറ്റിംഗ് നടത്തി അതേപ്പറ്റി അവരെ ആഴപ്പെടുത്തി അവരെ കൂടെ വരെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത വർഷമായിട്ട് ആദ്യം അസീസി പുണ്യാളൻ ആണ് ഈ ലോകത്തിൽ പുലിക്കൂടുണ്ടാക്കുന്നത്. പുലിക്കൂടുണ്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ നമ്മളൊരു യൂബിലി അല്ലെങ്കിൽ 800 വർഷങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. അതിനുശേഷം ആദ്യം ഈ പറഞ്ഞാൽ പഞ്ചശതം കിട്ടിയത് അസീസി പുണ്യാളൻ, അതിൻ്റെയും 800 വർഷങ്ങൾ ആഘോഷിച്ചു. അതിനുശേഷം സൂര്യകീർത്തനം എന്ന് പറഞ്ഞാൽ അസീസി പുണ്യാളൻ ജയിച്ചൊരു പാട്ടാണ്. സൂര്യകീർത്തനം പ്രതിനിധികളെല്ലാം ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പാട്ടുണ്ട്, അതാണ് സൂര്യകീർത്തനം. അതിന് ജൂലൈ ഈ വർഷം അസീസി പുണ്യാളൻ മരിച്ചിട്ട് 800 വർഷം അതിൻ്റെ ജൂബിലി വർഷം ലിയോ 11 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അസീസി വർഷത്തിൽ നമ്മൾ സാധാരണ വിശ്വാസത്തിലും മറ്റുള്ളവർക്ക് പോയി അസീസി പുണ്യാളൻ നാമത്തിലുള്ള ദേവാലയത്തിലോ അസീസി സഭയപ്പെട്ട വൈദികരുടെ അല്ലെങ്കിൽ സന്യാസ ആശ്രമങ്ങളിലോ പോയി പ്രാർത്ഥിക്കുമ്പം പൂർണ്ണ ദണ്ഡമോചനം കൂടി ലഭിക്കും. അങ്ങനെ ഈ പ്രഖ്യാപിച്ചിരുന്ന ഈ വർഷത്തിൽ ധാരാളം പേര് അസീസി വർഷത്തിൽ ഈ അസീസി ആശ്രമങ്ങളിലും പിന്നെ പാലാ രൂപതയിലുള്ള ഏക അസീസി പുണ്യാളൻ നാമത്തിലുള്ള പള്ളിയാണ് മരങ്ങാട്ടുപള്ളി സെൻറ്റ് ഫ്രാൻസിസ് ആസഫ് പള്ളി. അവിടെയും ആൾക്കാർ ഇങ്ങനെ ധാരാളം വന്ന് പ്രാർത്ഥിച്ചു നിന്നുവെന്നും വായിച്ചും ഈ അസീസി വർഷത്തിൻ്റെ പുണ്യം അല്ലെങ്കിൽ വിശുദ്ധി നന്മ ലഭിച്ചും അങ്ങനെ കഴിയുന്നു.
അപ്പോൾ എല്ലാ തരത്തിലും ധാരാളം പേര് ഇങ്ങനെ വരാറുണ്ട്. പ്രത്യേകിച്ച് പ്രായം ചെന്നവരെ എങ്കിൽ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരാളുണ്ട്. പെരുങ്കുളത്ത് 185 എനിക്കൊന്ന് ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗമുള്ളൊരു യൂണിറ്റ് പെരുങ്കുളം യൂണിറ്റ്, ദേവളത്തിലേക്ക് യൂണിറ്റ്. ധാരാളം പേരുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ഒരു 3 വർഷത്തേക്കാണ് ഒരു കാലാവധി. അതിന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോയിടങ്ങളിൽ പോയി നടക്കാത്ത തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഞാനും ഈ പറഞ്ഞ പോലെ രൂപത പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് 12 വർഷമായി. എൻ്റെ കാലാവധി കഴിഞ്ഞ് നിൽക്കാനും ഇപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ പ്രൊവിൻഷ്യൽ ചാപ്റ്ററാണ്. ഈ മാസം 22-ാം തീയതി ചാപ്റ്ററിന് ശേഷം പുതിയ ഒരു ചർച്ച നടത്തി പുതിയ ഭാരവാഹികളെ അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളെ ഇതിൻ്റെ ഇൻചാർജിനുള്ള എടുക്കും. അതിനുശേഷം സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകും. അങ്ങനെ എല്ലാത്തിനും പ്രത്യേകിച്ച് അച്ഛന്മാരുടെ സഹകരണം. പിതാവ് എപ്പോഴും വിശുദ്ധിക്ക് വരുമ്പോഴും പിതാവിനെ കാണാൻ ചെല്ലുമ്പോൾ ചോദിക്കും നാളെ SFO അല്ലെങ്കിൽ 3 ദിവസം എങ്ങനെ പോകുന്നുവെന്ന്. പിതാവിൻ്റെ നല്ല ഒരു പ്രോത്സാഹനവും എല്ലാം കൊണ്ട് ചില നല്ല വികാരിച്ചമാരുണ്ട് വരുമ്പോൾ നല്ല സ്വീകരിക്കുകയും 10 പേര് ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ അച്ഛന്മാർ ഒത്തിരി പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെ വലിയ കാര്യമാണ്. കാരണം ഇതിലൂടെ 3 ദിവസത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരുപാട് പേര് ആരെല്ലാം പ്രവർത്തിക്കുന്ന അവർക്ക് നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുന്നു. മറ്റു കുറ്റം പറിച്ചിട്ടോ മറ്റേതുമില്ല, പിന്നെ മദ്യപാനം അങ്ങനെയില്ല, ചുറ്റുകളിയില്ല, പിന്നെ പുണ്യപ്രവൃത്തിയുള്ള പിന്നെ വാങ്ങുന്ന കാര്യങ്ങൾ വസ്തുക്കൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിനൊക്കെ ഒത്തിരി താല്പര്യം മുന്നോട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് അവിടെ രൂപതാടിസ്ഥാനത്തിൽ കണ്ണങ്ങാട് അസിസി ധ്യാനം നടത്തിയപ്പോൾ നവജീവൻ ട്രസ്റ്റിൻ്റെ തോമസ് സാർ വന്നപ്പോൾ തോമസ് സാറ് ക്ലാസ് എടുത്തു. തോമസ് സാറും കഴിഞ്ഞു, കേട്ടവരും കരഞ്ഞു ഏറ്റവും അവസാനം തോമസ് സാർ ക്ലാസ് എടുത്ത് വന്നപ്പോഴത്തേക്കും ഓരോരുത്തരും തോമസ് സാറിൻ്റെ അടുത്ത് പോയി ഓരോരോ ഓഫർ സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അതിനുള്ള പൗലോസ്ലീഹ പറഞ്ഞ് സന്തോഷിക്കുകയും ഗ്രഹിക്കുകയും റോമാക്രിയാനും അദ്ദേഹം 12-15 അതുപോലെ മറ്റുള്ള ആവശ്യം കണ്ടറിഞ്ഞ് നമുക്ക് സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗ്ഗപ്രാപ്തിയിലെ സ്വർഗീയ സമ്പത്ത് സമ്പാദിക്കുകയും. അതുകൊണ്ട് എല്ലാ തരത്തിലും 3 സഭയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇടവയിലും സമീപപ്രദേശത്തുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പുണ്യപ്രവൃത്തി ചെയ്ത് സ്വർഗീയ സമ്പത്ത് സമ്പാദിക്കാനും ക്രിസ്തുവിനുള്ള ഒരു വേദി കൂടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ മറ്റുള്ള ഇത് തിരഞ്ഞെടുപ്പ് നടക്കാത്ത ഇടവകളിൽ പോവുകയാണ്. അങ്ങനെ ഈ പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് എല്ലായിടത്തും പോകേണ്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള വികാരിച്ചന്മാരുടെ പേരൻസ് ഉണ്ട്, അവിടെ പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ അസീസി വർഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അസീസി വർഷത്തിൽ കേരള അസീസി എന്ന് പറയുന്ന പുത്തമ്പത്തമ്മച്ചൻ്റെ വാർത്തപ്പെട്ടതോ അല്ലെങ്കിൽ വിശുദ്ധ നാമകരണത്തിലേക്കും കുളത്തേണോ നാമകരണത്തിലേക്കും പിന്നെ ഞങ്ങൾ തന്നെ ധ്യാനഗുരു വൈസ്മരിക് ജ്ഞാനിൻ്റെ ആർമകനായിരുന്ന ആർമണ്ടച്ചൻ ഇരട്ടിയിലാണ് അവിടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയൊക്കെ സ്വർഗ്ഗപ്രാപ്തിയുടെ വർഷം ഇന്നോട് ജോലി അസ്തിത്വം ആഘോഷിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ്. പ്രത്യേകിച്ച് വികാരിച്ചൻ ഇങ്ങനെ താല്പര്യം കാണിച്ച് ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചും സഹകരിച്ചും ഒത്തിരി നന്ദി. ദൈവത്തിൻ്റെ സ്ഥിതി എല്ലാ തരത്തിലും ഈ അസീസി വർഷത്തിൽ എല്ലാവർക്കും അസ്തിമനക്കുള്ള അറിയുവാനും അതിലൂടെ അസ്തിമന ചതിനുൾക്കൊണ്ട് മറ്റൊരു ക്രിസ്തുവിനെ നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു.